അങ്ങനെ കഷ്ടപ്പാടിന്റെ ഒരു വർഷം കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ 2026 നമ്മുടെ തലവരെയൊക്കെ ഒന്ന് തെളിയോ? നോക്കാം. ഇത് തന്നെയല്ലേ നീ എല്ലാ ന്യൂ ഇയറിന്റെ സമയത്തും പറയാറ്? അത് നമ്മുടെ ഷൗക്കത്ത് മാഷല്ലേ വരുന്നത്. എന്താ രണ്ടാളും കൂടി പരിപാടി? ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മിണ്ടിയും പറിച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ അപൂർവമാണ്. എപ്പോ നോക്കിയാലും എല്ലാവരും മൊബൈലിനുള്ളിലല്ലേ. എന്താണ് ഇപ്പൊ രണ്ടാളുടെയും പരിപാടി? ഞാൻ പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. ഞാൻ ഓട്ടോ ഓടിക്കാണ്. നീ വലിയ ട്രാവൽസിന്റെ മുതലാളിയാണെന്നാണല്ലോ നിന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ പറഞ്ഞത്. ആയിരുന്നു, അതെല്ലാം പോയി. ഇപ്പൊ കടങ്ങൾ മാത്രമുണ്ട്. എല്ലാം ശരിയാവൂടാ കേട്ടാ മനാഫെ. ഇവൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ എന്നോട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോകും. പിന്നെ നേരെ പോണത് എവിടേക്കാണെന്നറിയോ? ടൗണിലുള്ള ഒരു പാത്രക്കടയിൽ ജോലിക്ക്. അവിടെ ഒരു ദിവസം ഇവനിക്ക് 35 രൂപ കൂലി കൊടുക്കും ആ കടക്കാരൻ. അന്ന് മുതലേ ഇവനിക്ക് പണം ഉണ്ടാക്കുന്ന ഒരൊറ്റൊരു ചിന്താഗതിയുള്ളൂ. നൗഷാദേ, നീ വിഷമിക്കണ്ടാ. നീ ഈ കഷ്ടപ്പെടുന്നതിന് നീക്ക് നല്ലൊരു ജീവിതം തരും പടച്ചോൻ. മനാഫെ, ഒരു പാറക്കല്ല് 50ാമത്തെ അടിയിലാണ് പൊട്ടിയതെങ്കിൽ അതിൻ്റെ മുന്നടിച്ച 49 അടിൻ്റെ ശക്തി കൊണ്ടാണ് ആ പാറക്കല്ല് പൊട്ടിയത് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നോ അത്രത്തോളം നമ്മൾ വിജയത്തിലേക്ക് അടുക്കും.